ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ്. ആൻഡ് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, എല്ലാ കമ്പനികൾക്കും ലോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഗ്രോത്ത് ഈ ഒരു ലിസ്റ്റിലേ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 14th പൊസിഷനിൽ നിൽക്കുന്ന ജീപ്പാണ്. ജീപ്പിന് കഴിഞ്ഞ മാസം 361 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒക്ടോബർ 2024 വെച്ച് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 424 വാഹനങ്ങൾ സെയിലായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ മാസം ലഭിച്ചത്. 63 വണ്ടികളുടെ വ്യത്യാസം 14.86% ഡീഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഇതൊന്നും അല്ല, ഇനിയിപ്പോൾ ഡീഗ്രോത്ത് ഒക്കെ വരാൻ കിടക്കുന്നുള്ളൂ. ജീപ്പ് പിന്നെ എപ്പോഴും 14th പൊസിഷനിലായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കുറ്റം പറയാനില്ലല്ലോ. സാധാരണ ഒന്നെങ്കിൽ പണ്ടൊക്കെ സെട്രോൻ ആയിരിക്കും, അല്ലെങ്കിൽ ജീപ്പായിരിക്കും 14th പൊസിഷനിൽ വരുന്നത്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ജീപ്പ് തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ സെട്രോയിൻ ഒട്ടും മോശമല്ല, കൂടെ തന്നെ പിടിച്ച് 13th പൊസിഷനിൽ തന്നെ സെട്രോയിൻ നിൽക്കുന്നുണ്ട്. ഇതിന് മുന്നേ 13th പൊസിഷൻ തന്നെ ആയിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് 700-800 മുകളിലെങ്കിലും സെയിൽ കിട്ടുമായിരുന്നു. കഴിഞ്ഞ മാസം 509 വാഹനങ്ങൾ സെയിലിലേക്ക് ഒരു പിന്നെ താഴത്തേക്ക് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇവരിപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. C3 ഉണ്ട്, C3 എയർക്രോസ്, വെറും എയർക്രോസ് ഉണ്ട്, അതുപോലെ ബസോൾട്ട് ഉണ്ട്, പിന്നെ ഇതൊന്നും അല്ലാണ്ട് C5 എയർക്രോസ് അവിടെ കിടക്കുന്നുണ്ട്. അത് പിന്നെ പോട്ടെ. പക്ഷേ ഈ 3 മാസ് മാർക്കറ്റ് വണ്ടികൾ വെച്ച് പോലും അവർക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 500-നടുത്തൊക്കെ ഈ 3 വണ്ടികൾ വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈവൻ ഒക്ടോബറിൽ 717 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 209 വണ്ടികളുടെ വ്യത്യാസവും 29.01% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്തതായി 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാനാണ്. നിസാൻ ഇപ്പം ഇന്ത്യയിൽ ഒരൊറ്റ വണ്ടി വെച്ചാണ് പിടിച്ച് നിൽക്കുന്നത്. മാഗ്നേറ്റ് മാത്രമേ ഉള്ളൂ. അതും അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ആ ഫേസ് ലിഫ്റ്റ് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയതാണ്. ഒക്ടോബർ കഴിഞ്ഞതിന് മുന്നത്തെ മാസം 3121 വാഹനങ്ങൾ സെയിലൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ നവംബർ മാസത്തിൽ പിന്നെയും സെയിൽ താഴത്തേക്ക് പോയി 2342 വന്നു. 779 വാഹനങ്ങളുടെ വ്യത്യാസവും 24.96% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഒരുപാട് കമ്പനികൾക്ക് 20 റേഞ്ചിലെ ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ഹൈ ആണ്. കാരണം ഈ സാധാരണ ഇതിൽ ഡീഗ്രോത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ 10 to 20 റേഞ്ചിലായിരിക്കും മിക്ക കമ്പനികൾക്കും വരാറുള്ളത്. പക്ഷേ ഇതിപ്പം അങ്ങനെയൊന്നും അല്ല. എനിവേ ഇനി 11th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ റെനോ ആണ്. റെനോയുടെ അവസ്ഥ ഇന്ത്യയിൽ വളരെ മോശമാണ്. കാരണം ക്വിഡ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, കൈഗർ ഉണ്ട്, അങ്ങനെ അത്യാവശ്യം വണ്ടികളുണ്ട്. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ മാസം ജസ്റ്റ് 2811 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒക്ടോബർ മാസത്തിൽ 3870 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 1059 വണ്ടികളുടെ വ്യത്യാസവും 27.36% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 റേഞ്ചിൽ ഇവർക്കും ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി 30 റേഞ്ചിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി അടുത്തതായി നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 2886 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഒക്ടോബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. 4079 വണ്ടികളുടെ സെയിലാണ് ഒക്ടോബറിൽ ഇവർക്ക് കിട്ടിയിരുന്നത്. കഴിഞ്ഞ മാസം പക്ഷേ 1193 വാഹനങ്ങളുടെ വ്യത്യാസവും 29.25% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന ഒരു കമ്പനിയും സ്കോഡയാണ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ പൊസിഷനിൽ നിന്നിരുന്ന സെട്രോൻ ആയിരുന്നു. അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ സ്കോഡയും സെട്രോനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്കോഡയ്ക്ക് 29.25 ആണെങ്കിൽ സെട്രോന് 29.01 ആയിരുന്നു. അത്രയും മാത്രമാണ് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത്. സോ രണ്ടും വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് എന്ന് പറയാം. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ്വാഗൻ ആണ്. ഫോക്സ്വാഗനും നല്ല രീതിയിൽ തന്നെ സെയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 3033 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒക്ടോബർ മാസത്തിൽ 4458 വാഹനങ്ങൾ സെയിൽ ഇവർക്കും കിട്ടിയതായിരുന്നു. 1425 വാഹനങ്ങളുടെ വ്യത്യാസവും 31.97% ഡീഗ്രോത്ത് റേറ്റുമാണ് ഫോക്സ്വാഗന് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് റേറ്റ് ആണ് നമുക്കിപ്പം ഫോക്സ്വാഗൻ്റെ കേസിൽ കാണാൻ പറ്റുന്നത്. ഇവർക്കും പിന്നെ അത്യാവശ്യം വണ്ടികളുണ്ട്. ആക്ച്വലി പൊതുവെ ഒരു മാസം വണ്ടികൾ സെയിൽ കുറഞ്ഞിരിക്കുന്നത് ഈ ഇയർ എൻഡൊക്കെ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നാമത്തെ കാര്യം, മിക്ക കമ്പനികളുടെ ഇൻവെൻട്രിയിൽ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. അതായത് ഡീലർഷിപ്പിൽ വണ്ടികൾ എടുക്കാതെ കിടക്കുന്നത്. അതിൻ്റെ കൂടെ ഇനി അവർ ഇയർ എൻഡും കൂടെ ആകുമ്പോഴേക്കും കൂടുതൽ ഇങ്ങനെ പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇവർ തന്നെ ഇതൊക്കെ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഭയങ്കര ഡീഗ്രോത്ത് ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത്. അത് ഡിസംബറിലും കാണാൻ പറ്റും. എന്തായാലും 8th പൊസിഷനിൽ ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 5005 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒക്ടോബറിൽ 5546 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ജസ്റ്റ് 541 വണ്ടികളുടെ വ്യത്യാസവും 9.75% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് വളരെ കുറവ് ഡീഗ്രോത്ത് റേറ്റ് ആണ്. ഈ 10% താഴെ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ആകപ്പാട് 3 കമ്പനികളേ ഉള്ളൂ. അതിലൊരു കമ്പനിയാണ് ഹോണ്ട എന്ന് പറയുന്നതിൽ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം കുറേ കാലമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഹോണ്ട. അതിനിപ്പോൾ അറ്റ്ലീസ്റ്റ് ഡീഗ്രോത്ത് എങ്കിലും മറ്റ് കമ്പനികളോട് വെച്ച് നോക്കുമ്പോൾ കുറവായല്ലോ. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ MG ആണ്. MG എന്തായാലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ നല്ല രീതിയിൽ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒക്ടോബർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെയിൽ കുറഞ്ഞിട്ടുണ്ട്. 6019 വന്നു. സ്റ്റിൽ വലിയ കുഴപ്പമില്ലാത്ത നല്ല സെയിൽ തന്നെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഒക്ടോബറിൽ 7045 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 1026 വാഹനങ്ങളുടെ വ്യത്യാസവും 14.56% ഡീഗ്രോത്തും വന്നിട്ടുണ്ട്. വിൻസർ റിവ്യൂ ഇറക്കിയപ്പോൾ തൊട്ടാണ് MGയുടെ സെയിൽ ഇത്രയും ഒരു ബൂസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയത്. ഒക്ടോബർ മാസത്തിൽ 3000 മുകളിൽ വിൻസർ റിവ്യൂക്ക് സെയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നെക്സോണിൻ്റെ സെയിൽ വിൻസർ റിവ്യൂ
ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ, അതായത് ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടികൾ സെയിൽ ചെയ്യുന്ന വിൻസർ ഇവിക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ കേസ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ കിയ ആണ്. കിയയ്ക്ക് കഴിഞ്ഞ മാസം 20,600 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒക്ടോബറിൽ 22,753 വാഹനങ്ങൾ സെയിൽ കിട്ടിയതായിരുന്നു. 2,153 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ 20,000-ത്തിനടുത്തൊക്കെ സെയിൽ കിട്ടുന്നതുകൊണ്ട് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കുറവാണ്. 9.46% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് ഹോണ്ടയായിട്ട് സിമിലർ ആണെന്ന് പറയും. ഹോണ്ടയുടെ 9.75 ആയിരുന്നു, ഇവരുടെ 9.46 ആണ്. എഗെയിൻ 10% താഴെ വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് കിയ. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് എന്ന് തന്നെ പറയാം. ഇവർക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സെറോസ് ഈ മാസം ഡിസംബറിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സെയിലും കൂടെ ജാനുവരിയിൽ നമുക്ക് ആഡ് ചെയ്ത് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 25,183 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഒക്ടോബറിൽ 28,138 വാഹനങ്ങൾ സെയിലായിരുന്നു. 2,955 വണ്ടികളുടെ വ്യത്യാസവും 10.5% ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഭയങ്കര ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ബാക്കി കമ്പനികളൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് 10% താഴെ അല്ല എങ്കിൽ പോലും ഓൾമോസ്റ്റ് 10-ൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡീഗ്രോത്ത് എന്ന് പറയും. ഒരുപാട് ഹൈ അല്ല, ഒരുപാട് താഴത്തുമല്ല. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 46,222 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒക്ടോബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഒക്ടോബറിൽ 54,504 വണ്ടികൾ സെയിൽ ഇവർക്ക് കിട്ടിയതാണ്. ടാറ്റേനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മഹീന്ദ്ര കയറിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും ടാറ്റയുടെ താഴത്ത് പിന്നെയും അവരുടെ ഒരു പഴയ 4th പൊസിഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ 8,282 വാഹനങ്ങളുടെ വ്യത്യാസം മന്ത് ഓൺ മന്തിൽ വന്നിട്ടുണ്ട്. 15.2% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. എഗെയിൻ ഇതിപ്പം പിന്നെയും അടുത്ത മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും മഹീന്ദ്ര പിന്നെയും സെയിൽ പിടിച്ച് കയറുമായിരിക്കും. ഇനി അടുത്തത് 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റയാണ്. ടാറ്റ ഏതായാലും നമ്മൾ ഇപ്രാവശ്യം സെയിലിൻ്റെ കാര്യത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മാസം 47,063 വണ്ടികൾ സെയിലാണ് അവർക്ക് ലഭിച്ചത്. ഒക്ടോബർ മാസത്തിൽ 48,131 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും ജസ്റ്റ് 1,070 വണ്ടികളുടെ വ്യത്യാസം മാത്രമേ ഇങ്ങനെ കട്ടക്ക് ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ഈ ഒരു മാസം ഇവർക്ക് വന്നിട്ടുള്ളൂ. ആൻഡ് 2.22% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. തീർച്ചയായും ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്. സോ അക്കാര്യത്തിൽ എന്തായാലും ടാറ്റയ്ക്ക് ഒരു തംസപ്പ് കൊടുക്കാം. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹ്യുണ്ടായാണ്. ഹ്യുണ്ടായ്ക്കൊക്കെ അത്യാവശ്യം സെയിലിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 48,246 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. ഒക്ടോബറിൽ 55,568 വണ്ടികളുടെ സെയിൽസും വന്നായിരുന്നു. അതായത് 7,322 വണ്ടികളുടെ വ്യത്യാസവും 13.18% ഡീഗ്രോത്തും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമുക്കൊക്കെ അറിയാം, മാരുതി സുസുക്കിയാണ്. ഇവർക്കും കഴിഞ്ഞ മാസം സെയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതായത് പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്ത് 1,41,312 വണ്ടികളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം ലഭിച്ചത്. ഒക്ടോബറിൽ 1,59,591 വണ്ടികളുടെ സെയിൽ വന്നതായിരുന്നു. പക്ഷേ 18,279 വണ്ടികളുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയതുകൊണ്ട് ജസ്റ്റ് 11.45% മാത്രമാണ് ഇവർക്ക് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. വളരെ ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല, കാരണം ബാക്കി കമ്പനികൾക്കൊക്കെ 20-ക്ക് മുകളിലുണ്ടല്ലോ കുറേ പേർക്ക്. സോ ഇത് ഡീസൻ്റ് ആണെന്ന് പറയാം. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.